ശ്രീധർ രാധാകൃഷ്ണൻ പരിസ്ഥിതി പ്രവർത്തകൻ അദ്ദേഹം തുടരുന്നുണ്ട്. ശ്രീധർ രാധാകൃഷ്ണൻ, താങ്കൾ പറഞ്ഞു വന്നത് അതായത് കേരളത്തിലെ മഴയുടെ ഒരു രീതിയിൽ തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായി മാറ്റങ്ങൾ വന്നിരിക്കുന്നു. കാരണം ഒറ്റയടിക്ക് വലിയ മഴ പെയ്യുന്നു. അപ്പോൾ അത് ഈ മലമുകളിലൊക്കെ ഇത്തരം മഴ പെയ്യുമ്പോൾ അത് താങ്ങാവുന്നതിലധികം നമുക്കറിയാം ഇവിടെ ഈ ബ്ലാക്ക് ലാറ്ററൈറ്റ് പോലുള്ള മണ്ണാണുള്ളത്. അതിന് താങ്ങി നിർത്തുന്നതിനൊരു പരിധിയുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു ദുരന്തമാണ് ഇത് എന്നാണോ നമ്മൾ കണക്കാക്കേണ്ടത്? ഞാൻ പറഞ്ഞു വന്നത് തുടരുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാവും. ഞാനിപ്പോ പറഞ്ഞത് ഇത്തരത്തിലാണ് ഇനിയിപ്പോ വരാൻ പോകുന്ന പ്രതിഭാസം, അല്ലെങ്കിൽ നമുക്കതിനി ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇത്തരത്തിലുള്ള മഴയും അതേപോലെ ആ മഴയുടെ ശക്തിയും ചില ലോക്കലൈസ്ഡ് ആയിട്ട് തന്നെ വരുന്നതും വലിയ ഈ മേഘങ്ങളും പെട്ടെന്നുള്ള ക്ലൗഡ് ബേസ്റ്റുകളും എല്ലാം ഇനിയും തുടർന്ന് വരാൻ സാധ്യതയുള്ള പ്രതിഭാസം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ വയനാട്ടുകാരെ കുറിച്ച് പ്രത്യേകിച്ച്, കാരണം ഏറ്റവും കൂടുതൽ ഇപ്പൊ ഫ്ലഡ് എന്ന് പറയുന്ന സാധനം ഇപ്പൊ കേരളത്തിൽ എല്ലായിടത്തും വരുന്നുണ്ട്. അപ്പൊ അതിനുള്ള ഒരു തയ്യാറെടുപ്പ് സർക്കാരുകൾ ഒരു പരിധി വരെയൊക്കെ നമുക്ക് ചെയ്തു എന്നൊക്കെ പറയാൻ പറ്റും. അത് വരുന്നതിന് മുമ്പ് തന്നെ ആൾക്കാരെ ഒഴിപ്പിക്കാനും വാർണിംഗ്സ് കൊടുക്കാനും നമുക്കറിയാലോ, റെഡും യെല്ലോയും ഗ്രീനും ബ്ലൂവും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു ഉരുൾപൊട്ടൽ വരുന്നതിന് മുമ്പ് നമുക്ക് അത്തരത്തിലെ വാർണിംഗ് കൊടുക്കാനുള്ള മെത്തേഡ്സ് ഇത്തവണ പരീക്ഷണാർത്ഥം ഈ വയനാട്ടിലെ ഹ്യൂം സെന്റർ എന്ന് പറയുന്ന സംഘം അവരുടെ ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ മെറ്റ് ലാബിന്റെ ഒക്കെ സഹായത്തോടെ അവർക്ക് അതിനെ എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് പറ്റുന്നുണ്ട്. ജിയോളജിക്കൽ സർവേക്കാരും ഒക്കെ തന്നെ അതിന്റെ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ടുള്ള പ്രവചനം നടത്താനുള്ള ഒരു ഫൈനൽ രൂപമൊന്നും അവർക്കും ആയിട്ടില്ല. പക്ഷേ നമ്മൾക്ക് കരുതൽ എന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് വയനാട്ടുകാർക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യണം എന്ന് തന്നെ വിചാരിക്കണം. അല്ലെങ്കിൽ ഇടുക്കിയിലാണ് കേസ്. കേരളത്തിൽ ഇപ്പോ ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ള ചില 2018 ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ള 4000-ൽ പരം ഉരുൾപൊട്ടലുകൾ ചെറുതും വലുതുമായിട്ടുണ്ടായിട്ടുള്ളതിൽ പകുതി കൂടുതൽ ഇടുക്കിയിലാണ്. അതിന്റെ പകുതി കൂടുതൽ കാട്ടിലാണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ കരുതൽ എന്ന് പറയുന്ന കാര്യം എങ്ങനെ ചെയ്യാൻ പറ്റും? ഈ പ്രദേശങ്ങളിലെ ജനങ്ങളെ ഇങ്ങനെ ഉരുൾപൊട്ടൽ വരുമ്പോൾ സംരക്ഷിക്കാനും അവർ മരിച്ചു പോകാതിരിക്കാൻ, അല്ലെങ്കിൽ അവരുടെ പ്രോപ്പർട്ടീസ് ഒക്കെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥ വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ യഥാർത്ഥത്തിൽ വയനാട്ടുകാരോട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഇന്ന് നമ്മൾ റെസ്ക്യൂ ഓപ്പറേഷൻ എല്ലാം മനസ്സും ശരീരവും എല്ലാം കൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളം മുഴുവൻ അതിന്റെ കൂടെ ഉണ്ട്. അവിടെ നിന്ന് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റാറില്ല, പക്ഷെ എല്ലാവരും അതിന്റെ കൂടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിക്കൊണ്ടിരിക്കാൻ. പക്ഷെ ഇതൊക്കെ പോസ്റ്റ് ഡിസാസ്റ്ററാണ്. ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ വല്ലാതെ അങ്ങ് ഇമോഷണലിയും ഫിസിക്കലിയും മെന്റലിയും ഒക്കെ നമ്മൾ അതിന്റെ കൂടെ ഉണ്ട്, നമ്മൾ പ്രവർത്തിക്കുന്നു. പക്ഷേ ഇത് ഒഴിവാക്കാനായിട്ടുള്ള പ്രവർത്തനം എന്തുമാത്രം ശുഷ്കാന്തിയോടെ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ എല്ലാവരും അവനവന് ചോദിക്കണം. സർക്കാരുകളും ചോദിക്കണം, പഞ്ചായത്തുകളും ചോദിക്കണം, ജനങ്ങളും അവിടെ താമസിക്കുന്ന ജനങ്ങളും ചോദിക്കണം. ഇതിന് മുമ്പ് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എന്ത് കരുതൽ എടുത്തു. അതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് 2-3 കാര്യങ്ങൾ പറയാനുള്ളത്. അതിലിപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സംരക്ഷണ വലയം എന്ന് പറയുന്നത് ഇതിനെ കാടാണ്. അങ്ങനെ നോക്കിയാൽ എത്ര നിബിഡമായിട്ടുള്ള നല്ല മഴക്കാടുകളുണ്ടോ ഇതിന്റെ ഇമ്പാക്ട് നമുക്ക് വല്ലാതെ കുറയ്ക്കാൻ പറ്റും. അതങ്ങ് ഈ വെജിറ്റേഷൻ അങ്ങ് വല്ലാതെ പോയിട്ട് പകരം നിലനിൽക്കാത്ത സുസ്ഥിരമല്ലാത്ത മണ്ണൊലിച്ചു പോകാൻ സാധ്യതയുള്ള കൃഷി, റബ്ബർ അടക്കമുള്ള കൃഷി, അത് കൂടുതൽ ചെയ്യുന്തോറും ഇതിന്റെ സാധ്യതകൾ നമ്മൾ കൂട്ടുകയാണ് എന്നുള്ളത്. അതേപോലെ സാധ്യതകൾ കൂട്ടുന്നതാണ് വല്ലാത്ത ആ പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് സസെപ്റ്റബിൾ അല്ലെങ്കിൽ വൾണറബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വലിയ കൺസ്ട്രക്ഷൻസ് നടത്തുക, പൈലിംഗ് നടത്തുക, ക്വാറിയിങ് നടത്തുക, ഇത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അത് തടയുന്ന പ്രോസസ്സിലേക്ക് ഞാൻ വരാം. പക്ഷെ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയണം എന്നുള്ളത് കൊണ്ട് ഞാൻ അത് വിശദീകരിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ കരുതലുകൾ വേണ്ടതെന്നുള്ളതിന് വേണ്ടി. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1950 തൊട്ട് 2018 വരെ ഒരു ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 85% വയനാട്ട് 85% കാട് ഉണ്ടായിരുന്ന പ്രദേശത്ത് നിന്ന് 62% കാടാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ 68 വർഷം കൊണ്ട്, വെറും 68 വർഷം കൊണ്ട്. അതേപോലെ പക്ഷേ ഇത്തരത്തിലുള്ള സുസ്ഥിരമല്ലാത്തതെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന പ്ലാന്റേഷൻസ് 1800% കൂടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രശ്നം എന്താണ്? ഈ 2 ഡേറ്റ വെച്ചിട്ട് നമുക്ക് എന്താ മനസ്സിലാക്കുക? അവിടെ നമ്മളുടെ നിലനിൽപ്പ്, സുസ്ഥിരമായിട്ട് നിലനിൽപ്പ് അല്ലെങ്കിൽ അത് കുറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ വൾണറബിലിറ്റി എന്ന് പറയുന്നത്, റിസ്ക് എന്ന് പറയുന്നത് കൂട്ടിയിട്ടുണ്ട്. അതിനെ വല്ലാതെ കൂട്ടുന്നതാണ് ഈ ഇപ്പോഴത്തെ മഴയും. അപ്പോ ഓൾറെഡി നമ്മൾ മനുഷ്യന്റെ ഇടപെടൽ കൊണ്ട് ഒരു വലിയ റിസ്ക് ഫാക്ടർ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഈ കാലാവസ്ഥ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന പ്രതിഭാസങ്ങൾ കൊണ്ട് വരുമ്പോഴത്തേക്കും ആ റിസ്ക് 10 ഇരട്ടിയോ എത്രയോ ഇരട്ടി അങ്ങ് കൂടും എന്നുള്ളതാണ്.
ഇതിന്റെയൊക്കെ വെളിച്ചത്തിൽ ഇപ്പോ വേറൊരു നമ്മുടെ 2023 തന്നെ ISROന്റെ ഒരു പഠനമുണ്ട്. കേരളത്തില് ഇത് നമ്മൾ ഇതിന്റെ കൂടെ കാണണം. ഇന്ത്യയിലുള്ള ഏറ്റവും ലാൻഡ് സ്ലൈഡ് പ്രോൺ ഡിസ്ട്രിക്ട്സ് എന്ന് പറയുന്ന 30 എണ്ണത്തിൽ 10 എണ്ണം കേരളത്തിലാണെന്ന് പറയും. കേരളത്തിലെ 14 ജില്ലകളിൽ 10 ജില്ലയും ലാൻഡ് സ്ലൈഡ് പ്രോൺ എന്നുള്ളതാണ്. അതില് വയനാട് 13ാമത്തേതായിട്ടാണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 90,000 സ്ക്വയർ കിലോമീറ്റർ വെസ്റ്റേൺ ഘാട്ടില് നമ്മുടെ പശ്ചിമഘട്ടം ലാൻഡ് സ്ലൈഡ് പ്രോൺ ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പൊ നമ്മൾക്ക് നമ്മുടെ പ്രൊട്ടക്ഷൻ, നമ്മുടെ ഇപ്പോഴത്തെ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ കൊണ്ട് 56,000 സ്ക്വയർ കിലോമീറ്റർ മാത്രമേ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോ ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയ അതിന് പുറത്തു വന്നിട്ടുണ്ട്. അത് ഈ മനുഷ്യന്റെ ഇടപെടൽ, നമുക്ക് ഇപ്പോ എന്താണ് അവിടുത്തെ ആൾക്കാർക്ക് ജീവിക്കണം, കൺസ്ട്രക്ഷൻസ് വേണം എന്നുള്ളതിന്റെയൊക്കെ ഡിമാൻഡിന്റെ പുറത്ത് നമ്മൾ കുറച്ച് കൊണ്ടുവന്ന് നമ്മുടെ മദർ ഗാഡ്ഗിൽ റിപ്പോർട്ട് പറയുന്ന 75% പ്രൊട്ടക്ഷനിൽ നിന്നും അതിന്റെ പകുതിക്ക് താഴെ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അത് തന്നെ അപകടകരമായിട്ടുള്ള സിറ്റുവേഷൻ ആണ്. കാരണം നമ്മൾ പ്രൊട്ടക്ഷൻ പറയുമ്പോഴും നമ്മൾക്ക് അവിടെ സുസ്ഥിരമായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളെങ്കിലും നന്നായിട്ട് ചെയ്ത് ജീവിക്കാൻ പറ്റണം എന്നുള്ളത് നമ്മൾ നോക്കുന്നില്ല. അപ്പൊ റിസ്ക് ഫാക്ടർ ഓരോന്ന് ചെയ്യുമ്പോഴും കൂടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കണം. അതിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഈ പുത്തുമലയിലെയോ അല്ലെങ്കിൽ കവളപ്പാറയിലെയോ പെട്ടിമുടിയിലെയോ അല്ലെങ്കിൽ കേരളത്തിൽ നടന്നിട്ടുള്ള അമ്പൂരിയിലെയോ ഒക്കെ തന്നെ ഉള്ള ഈ ലാൻഡ് സ്ലൈഡ്സിന്റെ ചരിത്രം നമ്മൾ കാണേണ്ടത്. ഇതിന് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ് ഇനി നിങ്ങളുടെ ചോദ്യത്തിന്റെ പ്രസക്തിയിലേക്ക് ഇതിലേക്ക് വരട്ടെ. വയനാട്ടുകാർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? എന്റെ കണക്കില് ഇപ്പൊ നമ്മൾ പ്രയോറിറ്റി ആയിട്ട് ഇപ്പൊ ഗവൺമെന്റ് പറയുന്നുണ്ട് അവരെ എല്ലാവരെയും ഒരു മോഡൽ ടൗൺഷിപ്പിലേക്ക് മാറ്റി പാർപ്പിക്കുന്നത്. നമ്മൾ പുത്തുമലയിലും ഇതുപോലത്തെ സമാനമായിട്ടുള്ളത് കേട്ടതാണ്, പെട്ടിമുടിയിലും നമ്മൾ കേട്ടതാണ്, എല്ലായിടത്തും കേട്ടതാണ്. മാധ്യമപ്രവർത്തകർ എന്ന നിലയ്ക്കും നമ്മളെ പോലത്തെ പ്രവർത്തകരും ഒക്കെ തന്നെ ഈ പ്രദേശങ്ങളിലൊക്കെ ഒന്ന് പോയി നോക്കേണ്ടതുണ്ട്. പല മാധ്യമ പ്രവർത്തകരും നോക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അവിടുത്തെ സിറ്റുവേഷൻ നമുക്കറിയാം. എത്രമാത്രമാണ് റീഹാബിലിറ്റേഷൻ മര്യാദയ്ക്ക് നടന്നിട്ടുള്ളത്. കേരളത്തിൽ സ്ഥലം കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾക്കൊരു നാഷണൽ ഹൈവേ പണിയുമ്പോൾ, ഞാൻ ഉദാഹരണം പറയാൻ അതിനെ ഇക്വേറ്റ് ചെയ്ത് പറയുന്നതല്ല, ആൾക്കാരെ മാറ്റി പാർപ്പിച്ചാലേ നാഷണൽ ഹൈവേ പണിയാൻ പറ്റും. അല്ലെങ്കിൽ ഒരു റെയിൽവേ, അല്ലെങ്കിൽ ഒരു റോഡോ, അല്ലെങ്കിൽ ഒരു പദ്ധതിയോ ഒരു വ്യവസായമോ സ്ഥാപിക്കും. ആൾക്കാരെ മാറ്റി പാർപ്പിക്കണം. ദുരന്തമല്ല, പക്ഷെ ആൾക്കാരെ മാറ്റി. എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ നമ്മുടെ ലാൻഡ് അക്വിസിഷൻ റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെന്റ് ആക്ട് ആണ് നമ്മൾ അതിന് ഉപയോഗിക്കുന്നത്. ഈ വിഷയത്തിൽ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ വേണമെങ്കിൽ തർക്കിക്കാം. പക്ഷെ മനുഷ്യത്വപരമായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ അവരുടെ പ്രോപ്പർട്ടി, അവരുടെ അതിന്റെ വാല്യൂ, അതിന്റെ ലൈവ്ലിഹുഡ് ഒക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കാണുകയാണെങ്കിൽ, ഇപ്പോ ഓട്ടോ പോയതിന് നമ്മൾ എന്താ ചെയ്തത്? ഇപ്പോ ഒരു മുച്ചക്ര വാഹനം നഷ്ടപ്പെട്ടപ്പോൾ എന്താണ് ആ MLA ചെയ്തത്? വേറൊന്ന് വാങ്ങിച്ചു കൊടുക്കുകയാണ്. ഒരു വീട് നഷ്ടപ്പെട്ടപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഒരു വീട് വെച്ചു കൊടുക്കാൻ പറ്റുമോ? അതുപോലെ ആയിരിക്കണം ഈ കോമ്പൻസേഷൻ ഗവൺമെന്റ് ചെയ്യുമ്പോഴും. അപ്പോ ഈ വിഷയത്തിൽ നമ്മൾ ഔട്ട് ഓഫ് ദ വേ തന്നെ പോയിട്ട് റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ ലാൻഡ് അക്വിസിഷൻ റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെന്റ് ആക്ട് 2013 ഇവിടെ ഇൻവോക്ക് ചെയ്യുകയും സ്ഥലം എടുക്കുമ്പോൾ എങ്ങനെയാണോ ജനങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് അത്രയും ഈക്വലന്റ് ആയിട്ട്, അപ്പൊ നമ്മളൊരു തെങ്ങിന്റെ ഒരു മാവിന്റെ ഒക്കെ വാല്യൂ ഇടും. അവർക്ക് നഷ്ടപ്പെട്ട സാധനങ്ങളുടെ വാല്യൂ ഇടണം. അഡീഷണലി അതും കൂടെ ഇടേണ്ടി വരും. അവർക്ക് വീടിന്റെ വാല്യൂ ഇടണം. അവരുടെ ലൈവ്ലിഹുഡ്സ് നഷ്ടപ്പെടുന്നതിന്റെ വാല്യൂ ഇടണം. ഒരു കടയാണ് പോകുന്നതെങ്കിൽ എങ്ങനെയാണ്, അതുപോലെ അവിടുത്തെ കൃഷി സ്ഥലം പോവുകയാണെങ്കിൽ അങ്ങനെയൊക്കെ വാല്യൂ. അത്തരത്തിൽ വാല്യൂ ചെയ്തിട്ട് തന്നെയാണ് ഇവർക്ക് റീഹാബിലിറ്റേഷൻ കൊടുക്കേണ്ടതെന്നുള്ളതാണ് എന്റെ ഒന്നാമത്തെ. ശ്രീ ശ്രീധർ രാധാകൃഷ്ണൻ, അത് പല ചർച്ചകളിലും അത് ഉയർന്നു വന്നു. പക്ഷെ അത് ഇപ്പൊ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തർക്കും, ഓരോ ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളവും അത് എന്താണ് അയാൾക്ക് എന്താണ് തിരിച്ചു കിട്ടേണ്ടതെന്ന് നോക്കി കൊടുക്കുക എന്ന് പറയുന്നത് വലിയ തോതിലുള്ള, ഇപ്പോൾ ഒരു സാധാരണ ഒരു പ്രോജക്റ്റിന് വേണ്ടി, നിങ്ങളൊരു മെഗാ പ്രോജക്റ്റിന് വേണ്ടി പിന്നെ കുടിയൊഴിപ്പിക്കുന്ന സമയത്ത് വേണ്ടി വരുന്ന അത് ആ പദ്ധതിയുടെ ചെലവിനൊപ്പം നിൽക്കുന്ന ഒരു കാര്യമാണ് ഇത്. പക്ഷേ സാമ്പത്തികമായി അത് അത്രയും സാധ്യമായ ഒരു കാര്യം ആയിരിക്കുമോ എന്നുള്ളത് പല ചർച്ചകളിലും ഉയർന്നു വരുന്നുണ്ട്. അതിനുള്ള സപ്പോർട്ട് എവിടെ നിന്ന് കിട്ടും? ബജറ്റ് എങ്ങനെ നമുക്കത് ബജറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഞാൻ വിശദീകരിക്കാം. ഇതിൽ എന്താ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് നമ്മൾ സമയമെടുത്ത് വിശദീകരിക്കേണ്ടത്. ഇതില് ഒരു വികസനം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളിപ്പോ ഒരു നാഷണൽ ഹൈവേ പ്രോജക്ട് വന്നു, 10,000 കോടി രൂപ. ഈ 10,000 കോടി രൂപയിൽ നമ്മൾ 2,000 കോടി രൂപ ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നു. ഈ 2,000 കോടി രൂപ മാറ്റിവെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു പദ്ധതി വരുമ്പോൾ അതിന്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്ന ഇന്നത്തെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇത് നിങ്ങൾ തിരിച്ചാലോചിച്ചു നോക്കും. ഇവിടെ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ട് 600 അടുപ്പിച്ച ആൾക്കാർ മരിക്കുന്നു, 10,000-ഓളം ആൾക്കാരെ മാറ്റി പാർപ്പിക്കേണ്ടി വരുന്നു, എത്രയോ ആൾക്കാർക്ക് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്. ഇവർക്കൊക്കെ എല്ലാ തലങ്ങളിലുമുള്ള കോമ്പൻസേഷൻസ് കൊടുക്കേണ്ടി വരും. ഈ കോമ്പൻസേഷൻസ് എല്ലാം കൂടെ നമുക്ക് കൂട്ടിയാൽ തന്നെ ഉണ്ടാകുന്ന കോസ്റ്റ് ഉണ്ടല്ലോ,
അപ്പൊ ആ കോസ്റ്റ് ഇപ്പൊ ദുരന്തം വരുന്നതിന് മുമ്പ് തന്നെ ഇപ്പൊ ഈ വിഷയത്തിൽ ദുരന്തം ഉണ്ടായവർക്ക് കൊടുക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ വയനാട്ടിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ച ചോദ്യം വയനാട്ടുകാർക്ക് എന്ത് എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ ദുരന്തം ഉണ്ടാവുന്ന ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഡൽഹി IIT നടത്തിയ പഠനത്തിൽ 4000 പേരെ മാറ്റി പാർപ്പിക്കേണ്ടി വരുന്ന പറയുന്നത്. നമ്മളതൊരു 10,000 പേരാണെങ്കിൽ പോലും അങ്ങനത്തെ റിസ്ക് സോൺസിൽ നോക്കിയിട്ട് അങ്ങനെ, അതായത് സുരക്ഷിതമായിട്ട് അവരുടെ ലൈവ്ലിഹുഡ്സിനെ ബാധിക്കാത്ത തരത്തിൽ അവർക്ക് തുടർന്ന് നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ 10,000 പേരെ മാറ്റി പാർപ്പിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഞാനൊരു ചെറിയ ചോദ്യം ചോദിച്ചോട്ടെ. നമ്മൾ കേരളയിൽ പോലത്തെ ഒരു പദ്ധതി തുടങ്ങാൻ പോയപ്പോഴത്തേക്കും 1,00,000 പേരെ മാറ്റി പാർപ്പിക്കുന്ന കഥയാണ് നമ്മൾ പറഞ്ഞത്. അത്രയും പൈസ അതിനകത്ത് വയ്ക്കുകയാണ്. അതുപോലെയാണ് ഇവിടെ ഒരു ദുരന്തം വരുമ്പോൾ ഉണ്ടാവുന്ന നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതും ഒരു ഡെവലപ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് തന്നെ കാണണം എന്നുള്ളതാണ്. കാരണം അവിടെ താമസിക്കും തോറും ദുരന്തം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനി എത്ര കാലം ഗവൺമെന്റ് സഹിക്കും?